ഞങ്ങളെ മല കാണുന്നുണ്ട് ഗൈസ്. ഇന്ന് നമ്മൾ നമ്മുടെ ന്യൂ ഇയർ ട്രിപ്പ് പോവാണേ. ഇതിനു മുമ്പ് ഗംഭീര പ്ലാനിങ് നടത്തിയ പല ട്രിപ്പുകളും കാലഹരണപ്പെട്ടു പോയതുകൊണ്ട് തന്നെ ഇതൊരു ലാസ്റ്റ് മിനിറ്റ് റാപ്പപ്പ് ആയിരുന്നേ. രാവിലെ 5 മണിക്ക് തന്നെ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഈ പ്രാവശ്യം ഞങ്ങൾ താമസിച്ചിരുന്ന സിറ്റിയിൽ സ്നോയിങ് കുറവായതുകൊണ്ട് നമ്മളുടെ പ്രധാന അജണ്ട തന്നെ സ്നോ ആയിരുന്നു. ഒരു 8 മണി 9 മണിയൊക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താൻ കഴിയുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ നമ്മൾ പോകുന്ന വഴി നമ്മുടെ വണ്ടി നമുക്ക് ചെറിയൊരു പണി തന്നു. അവിടെ ആ ലൊക്കാലിറ്റിയിലുള്ള കുറച്ച് പേര് നമ്മുടെ വണ്ടിയുടെ അറേഞ്ച്മെൻറ്റ്സും അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു കേട്ടോ. പക്ഷേ വണ്ടിക്ക് സംഭവിച്ചതൊന്നും ആരെയും ലെവലേശം പോലും വീശിയില്ല കേട്ടോ. ഈ സീൻ ഷൂട്ട് ചെയ്തത് നമ്മുടെ വണ്ടിയുടെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നേ. എന്തു വന്നാലും പോസിറ്റീവ് ആയിരിക്കുക എന്നുള്ളതിൻ്റെ വക്താക്കളാണ് ഗൈസ് ഞങ്ങൾ. നമ്മളുടെ വണ്ടി ശരിയാക്കാൻ വന്ന അവിടുത്തെ ലോക്കൽ പീപ്പിൾസ് നമ്മൾ ചെന്ന ഡെസ്റ്റിനേഷനിൽ നമുക്ക് ഹീറ്റേഴ്സും അതുപോലെ തന്നെ റെസ്റ്റിംഗ് റൂംസും ഒക്കെയും പ്രൊവൈഡ് ചെയ്തു. ഇതൊക്കെയും നമ്മൾ ഒട്ടും പേ ചെയ്യാതെ തന്നെ അവർ സന്തോഷത്തോടു കൂടെ തന്നതാണ്. ഒരു പക്ഷേ അവിടെ ആ വണ്ടി ബ്രേക്ക് ഡൗൺ ആയില്ലായിരുന്നെങ്കിൽ അത് ഞങ്ങൾക്ക് കിട്ടുകയില്ലായിരുന്നു. സോ വെറുതെ അല്ല പറയുന്നത്, എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ അല്ലേ. വണ്ടിയൊക്കെ ശരിയായി അതിനുശേഷം ഒരു ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ജേർണി പിന്നെയും സ്റ്റാർട്ട് ചെയ്തു. ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു 10 മിനിറ്റ്സ് ജേർണി മാത്രമേ ഉള്ളൂ നമ്മളുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക്. ഫൈനലി നമ്മൾ വന്നിരിക്കുന്ന കൊതർസി ഒരു മൗണ്ടൈൻ ടൂറിസ്റ്റ് ഏരിയയാണ്. ഇവിടുത്തെ വ്യൂ ആണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഗൈസ്. പൈൻ ട്രീസും അതിൽ സ്നോ വീണ് കിടക്കുന്നതും പിന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്നോയും അതിൽ മുങ്ങി നിൽക്കുന്ന വീടുകളും ഇതെല്ലാം ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആണ് നമുക്ക് തരുന്നത്. ഈ റീജിയനിൽ ഇച്ചിരി അധികം തണുപ്പായതുകൊണ്ട് തന്നെ അതുമായിട്ടൊന്ന് അഡാപ്റ്റ് ചെയ്ത് വരാൻ വേണ്ടി നമുക്ക് കുറച്ച് സമയമെടുത്തു. പിന്നീട് ഞങ്ങളുടെ കലാപരിപാടികൾ അങ്ങോട്ട് തുടങ്ങി ഗൈസ്. എന്നെ കൊന്നേ കഴിക്കാത്ത വീണ് ഗൈസ്. നമ്മളിനെയും കേബിൾ കാറിൻ്റെ റേറ്റും കാര്യമൊക്കെ ചോദിക്കണം ഗൈസ്. ഇവിടെ നമുക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടി ഹോട്ടൽസ് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. എല്ലാം ഒരു ഗ്രൗണ്ട് പോലെ തന്നെ. മഞ്ഞത്തിട്ട് ഉരുട്ടി ഗൈസ്. ആൾക്കാരൊക്കെ താഴെ ഉറുമ്പ് പോലെ ഇരിക്കുന്നു. Guys, finally the gang is here. പോലീസ് സീൻ നിങ്ങളെ വിശദമായിട്ട് ഞാൻ വീഡിയോ എടുത്ത് കാണിക്കാം കേട്ടോ. ഇങ്ങനെ കാണിച്ചാൽ ശരിയാകത്തില്ല. ഇങ്ങനെ കാണുന്നില്ലല്ലോ. നിങ്ങൾക്ക് കാണാമോ? ഇതൊക്കെ നമ്മളില്ല പിക്ചറിൽ കാണുന്നതിനോട് ഇതെല്ലാം നമുക്ക് ചവിട്ടാൻ പറ്റത്തില്ല ഗൈസ്. അത് ഭയങ്കര താഴ്ചയാണ്. നമ്മൾ താന്നു പോകും. ഒരുത്തൻ കുടഞ്ഞ് മഞ്ഞിടുന്നു ഗൈസ്. തലേന്നൊക്കെ മഞ്ഞ് വീഴുന്നു. നമ്മളിപ്പം കേബിൾ കാർ കയറി മേളി വരണം. താഴെ നിന്നാണ് വന്നത്.
ഇപ്പം നമ്മളൊരു മല കയറാൻ പോവുകയാണ്. അവിടെ നല്ലൊരു വ്യൂ ഉണ്ടെന്നാണ് പറഞ്ഞത്. സോ ലെറ്റ്സ് ഗോ. ഇപ്പം ഏകദേശം ഒരു 4:30 ഒക്കെ ആയി. നമ്മുടെ ട്രിപ്പ് ഏകദേശം ഇവിടെ തീരുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ പുതിയ വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ. Guys,